ഹൈസ്കൂൾ കാലഘട്ടം മുതൽ സിഗരറ്റ്, അങ്ങനെ ഡ്രഗ് ഐറ്റംസ്, സിഗരറ്റിൽ തുടങ്ങി ഡ്രഗ് ഐറ്റംസിലേക്ക് എത്തുന്ന കുട്ടികളുടെ എണ്ണം ഇപ്പോൾ കൂടുതലാണ്. എന്തുകൊണ്ടോ അവർക്ക് അവരോട് മതിപ്പ് തോന്നുന്നില്ല, അവരോട് സ്നേഹം തോന്നുന്നില്ല. ജീവിച്ചിരിക്കാൻ അവർക്കൊരു ലഹരി വേണം. എന്താണ് ഇതിന് പരിഹാരം? ശരിക്കും ഈ കുട്ടിയുടെ ഉള്ളിൽ അവൻ്റെ മനസ്സും അവൻ്റെ ആത്മാവുമായി ചേരാത്ത ഒരിടമുണ്ട്. അതിനുവേണ്ടി അവൻ പലപ്പോഴും പുതിയ പുതിയ മാർഗങ്ങളെ സ്വീകരിക്കുന്നു. അതിലൊന്നാണ് ഈ ലഹരിക്ക് അടിമയാവുന്നത്. പുകച്ചു തള്ളുമ്പം അവൻ്റെ ഉള്ളിലുള്ള റോൾ മോഡൽ, അല്ലെങ്കിൽ അവൻ്റെ ഉള്ളിലുള്ള ഒരു പേഴ്സൺ, മേ ബി ഫ്രം എ മൂവി, ഫ്രം എ ബുക്ക്, സംവെയർ, അവൻ കോൺഗ്രുവൻ്റ് ആയിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനെ അവൻ കണക്ട് ചെയ്യുന്നത് പലപ്പോഴും ഇതോടൊപ്പമാണ്. അത് മാത്രമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങൾ ഇടപെടുന്ന 10 പേരുടെ ആവറേജ് മാത്രമാണ് നിങ്ങൾ. അപ്പോൾ ശരിക്കും അത്തരം കൂട്ടുകാരുണ്ടെങ്കിൽ കുട്ടികൾ അവിടെ എത്തും. അവിടെയും ഒരു കാരണമുണ്ട്. പലപ്പോഴും ഈ കുട്ടികളെ മാതാപിതാക്കളും അധ്യാപകരും മനസ്സിലാക്കാത്തത് കൊണ്ടും ഇങ്ങനെ സംഭവിക്കുന്നു. കാരണം നമ്മൾ ജനിച്ചതും വളർന്നതും നമ്മളുടെ അനുഭവങ്ങൾക്കൊത്ത് നമ്മൾ കുട്ടികളെ വിധിക്കുന്നു. ആ വിധി അവർക്ക് മനസ്സിലാക്കാൻ പറ്റാതെ വരുന്നു. ഒരു പരിധിവരെയും എക്സ്പീരിയൻസ് ആണ്. ആ എക്സ്പീരിയൻസിലെത്തുമ്പോൾ അവരന്ന് ചിന്തിക്കും. പക്ഷേ ഇന്നത്തെ ജനറേഷനെ എങ്ങനെ കൊണ്ടുവരണമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാതെ പോകും. അവർക്ക് ശരിക്കും വേണ്ടത് ലഹരിയാണ്. അതായത് ഉള്ളിൽ നിന്ന് വരുന്ന എനർജി. ആ എനർജിയെ അവരുമായി കണക്ട് ചെയ്യാൻ, മനസ്സിനെയും ശരീരത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാനായിട്ടുള്ള മാർഗങ്ങൾ ചെറുപ്പം മുതലേ അവരെ പഠിപ്പിച്ചു കൊടുത്താൽ അവരുടെ ശരീരത്തോടുള്ള സ്നേഹവും ബോഡി അബ്യൂസിങ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകളോടുള്ള ആ ഒരു പ്രണയവും അവർക്ക് മാറിക്കിട്ടും. സ്വന്തമായി നമ്മൾക്ക് നമ്മളോടൊരു പ്രണയം തോന്നിക്കഴിഞ്ഞാൽ ഈ ലോകത്ത് വേറൊന്നും വേണ്ട നമുക്ക് ജീവിക്കാൻ. കാരണം നമുക്ക് നമ്മളുണ്ട്. നമ്മളെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ എന്താണ് നമ്മുടെ സമൂഹത്തിന് കൊടുക്കാനുള്ളത് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു പൗരബോധം കുഞ്ഞിൻ്റെ ഉള്ളിൽ കൊണ്ടുവരിക. അത് അവനിൽ നിന്ന് തുടങ്ങണം. എൻ്റെ കയ്യിലിരിക്കുന്നതോട് അങ്ങോട്ട് കൊടുത്തോളൂ എന്ന് പറഞ്ഞ് ത്യാഗത്തിൻ്റെ മനോഭാവം പഠിപ്പിക്കാൻ പോയാൽ ഇന്നത്തെ കുട്ടികളും മനസ്സിലാക്കില്ല. പക്ഷേ ശരിക്കും വേണ്ടത് അവൻ്റെ ഉള്ളിൽ നിന്നാണ്. നിന്നെ പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക. അപ്പം നിന്നെ ഒന്ന് നന്നായിട്ട് സ്നേഹിക്കണമല്ലോ, നല്ല അയൽക്കാരനെ സ്നേഹിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സംഭവം കുഞ്ഞിലേക്ക് കൊണ്ട് ആക്കി കൊടുക്കുക. അപ്പോൾ നമ്മളുടെ കുട്ടികൾക്ക് ലഹരി എന്ന് പറയുന്നത് അവരുടെ ജീവിതം തന്നെയായിരിക്കും. ഒരു സിഗരറ്റോ അല്ലെങ്കിൽ ഒരു മസാലയോ അങ്ങനത്തെ ഒന്നും ആയിരിക്കില്ല. അതിന് പകരം അവരവരുടെ ഗോള്, അവരുടെ ആ കണക്റ്റീവായിട്ടുള്ള ലൈഫിലേക്ക് മടങ്ങി അവർ ജീവിതം ജീവിച്ച് തീർക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്ക് കാണാൻ കഴിയും. അവരുടെ നേട്ടങ്ങളും നമുക്ക് കാണാൻ കഴിയും.